الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്ക് കൊണ്ടും ഞങ്ങളുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അയാൾ ഇസ്ലാം ഔരാട്ടി മുമ്പ് എർക്കൽ ചക്രവർത്തിയുടെ സന്നിധാനത്തിൽ പോയപ്പോൾ റോം സാമ്രാജ്യത്തെ നേതാവ് എർക്കൽ കേട്ടെങ്കിലത്തെ 10 ക്വസ്റ്റ്യനുകളാണ് വിശദീകരിച്ചിട്ടുണ്ട്. ആ അബൂ സുഫിയാൻ പിൽക്കാലത്ത് മക്കം ഫത്ഹ് അഥവാ ഹിജ്റ 8ാമത്തെ വർഷത്തിലാണ് ഇസ്ലാം കടന്നു വന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മുട്ടത്ത ആളാവും. ഹിജ്റ 6ാമത്തെ വർഷത്തിൽ നടന്നതാണ് ഹുദൈബിയ കരാറും ഹുദൈബിയ സന്ധി. അതിപ്പോ ചൊല്ലുന്ന ടൈമില്ല. ലോകത്ത് വളരെ പ്രസിദ്ധമായ കരാറാണ് മക്കത്തെ ഹുദൈബിയത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കളും തമ്മിൽ നടക്കുന്നത്. അത് ഇനി 10 വർഷം യുദ്ധ കൂതിറ. പിന്നൊന്നും ഈ വർഷം നിങ്ങൾ ഉംറക്ക് വന്നാറ്, ഈ വർഷം മക്കത്ത് വരവുള്ള നിങ്ങൾ 2 വർഷം വരണോ. അങ്ങനെ 6ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് പോകണ്ടില്ല, തിരിച്ചു വേണ്ട. അടുത്ത വർഷം ഉംറത്തുൽ ഖദാ നിയ സന്ധി പ്രകാരമുള്ള ഖദാവിന്റെ ഉംറല്ല, കരാറ് പ്രകാരമുള്ള സന്ധി പ്രകാരമുള്ള ഉംറ 7ാമത്തെ വർഷത്തിലാക്കണം. അപ്പൊ 6ാമത്തെ വർഷത്തിൽ കരാർ നടക്കിടും. മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർ കൊണ്ടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഹുദൈബിയ സന്ധി ഇനി ഒരു 10 വർഷത്തെ മറ്റൊരു യുദ്ധമില്ല. 6-6 30 ബുദ്ധിമുട്ടാക്കൂതിറ. അവിടെ മക്കത്തെ ഖുറൈശികളൊട്ടിಗೆ കുറെ ആൾമാർ ഒട്ടിക്കിടാർ. അങ്ങനെയും മദീനക്കാർ തുടങ്ങില്ല. മദീനക്കാരൊട്ടിಗೆ കരാറിലിക്കിടാർ കുറെ ആൾമാർ. അങ്ങനെയും മക്കത്തെ ആൾമാർ തൊടുകുതിറ. ഇതാണ് കരാർ. ഈ കരാറിൽ നിൽക്കുമ്പോഴാണ് അബൂ സുഫിയാൻ റോം സാമ്രാജ്യത്തെ ഇർക്കന്റെ മുട്ട നടത്തിയ സംഭാഷണം ഇന്നലെ ചൊന്നു. പക്ഷെ മക്കാരായ ഖുറൈശി എന്താക്കളാറ് ഈ കരാർ അങ്ങ് പൊളിക്കിടാറ്. ബനൂ ബക്കർ ചൊല്ലത്തെ ഒരു ഗ്രൂപ്പ് ഖുറൈശികളൊട്ടിಗೆ കൂടിയിട്ട് ഖുസാഅ ചൊല്ല വേറൊരു ഗ്രൂപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കൂടിയത്. അങ്ങനെ ഖുസാഅ ഇസ്ലാമോ കടന്നുകൊണ്ടാറ്. മുസ്ലിമീങ്ങ ഈ കരാറ് ശരിക്കും പാലിച്ചുകൊണ്ടുള്ളാറ്. പക്ഷെ ഖുറൈശിങ്ങ അങ്ങോട്ടിಗೆ കൂടി ആൾമാർ വഞ്ചിക്കിടാറ്. വെറും 18 തിങ്കൾ കൂടുതലാട്ടി മുന്നോട്ട് ഈ കരാറുമായിട്ട് 18 തിങ്കളും അവിടാട്ടി മുന്നലെ ബനൂ ബക്കർ ചൊല്ലെങ്കിലത്തെ ഖുറൈശികളൊട്ടിയുള്ള ഗ്രൂപ്പും ഖുസാഅ ചൊല്ല മുസ്ലിമീങ്ങളൊട്ടിയുള്ള ഗ്രൂപ്പിന്റെ മേൽ ചാടികൊള്ളാറ്. അങ്ങനെ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുക. അപ്പൊ ഈ കരാറിനെ പൊളിക്കിടാറുടെ അർത്ഥം അതിലൊന്നെങ്കിൽ വിശാലമായ വിഷയ ഇക്കട്ട് ആ ആയുധം കൊണ്ടും ആൾമാരെയും കൂട്ടിയിട്ട് കരാർ പൊളിക്കിടാറ്. മുസ്ലിമീങ്ങളൊട്ടിಗೆ യുദ്ധത്തിൽ വേണ്ടാറ്. അപ്പൊ ഈ ഖുസാഅ ഗോത്രക്കാർ മദീനത്തിൽ വന്നിട്ട് ചൊല്ലാറ്, യാ റബ്ബി ഇന്നി നാശിദുൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സഹായം കേട്ടോണ്ടുകൊണ്ടാറ്. ഞങ്ങൾ നിങ്ങളൊട്ടിಗೆ കൂടിയല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ ഇതാ മക്കക്കാർ അക്രമാക്കിക്കൊണ്ടുള്ളാറ്. കരാർ പൊളിച്ചത് മക്കക്കാരാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നോക്കി നിന്നെങ്കാവൂല, ഇങ്ങ വഞ്ചനാക്കിക്കൊണ്ടുള്ളാറ്, ഇങ്ങളെ അങ്ങനെ ഒട്ടുങ്കാവാലെ. അപ്പോഴാണ് അബൂ സുഫിയാൻക്ക് പേടിയാവും. അബൂ സുഫിയാന്റെ ആൾമാർ മദീനത്ത് കിടത്തുറാറ്. ഇനി ഞങ്ങൾ ഉപദ്രാക്കിയിട്ടായിട്ട് മദീനക്കാർ അത്ര സുലാഭത്തിൽ വിടില്ല. പണ്ടത്തെ പോലത്തെ ശക്തി ഇപ്പൊ മക്കാറില്ല, പേടിച്ചു വന്നുകൊണ്ടുള്ള. കാരണം 300 വർഷത്തിലാണ് ഇടീ ലോകത്തുള്ള വലിയ വലിയ രാജാക്കന്മാർ കണ്ടാസെന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കാർക്കും അല്ലാത്ത ആൾമാർക്കും പേടിയായോണ്ടുണ്ട്, വരച്ചോണ്ടുണ്ട്. കാരണം ഇതിപ്പോ വലുതായോണ്ടുണ്ടു, ഞങ്ങളത് മേനി നടക്കില്ല. ഓടെ അതിനിടക്ക് കരാർ പൊളിച്ചിട്ടായിട്ട് അബൂ സുഫിയാൻ മക്കത്തെ നേതാവ് മദീനത്ത് കിടത്തറാറ്. ആ അബൂ സുഫിയാൻ ബണ്ടാട്ടി മുന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, കഅന്നകും ബി അബീ സുഫിയാൻ ഖദ് ജാഅകും ലിയശുദ്ദൽ അഖദ വയസീദു ബിൽ മുദ്ദ. അത് അബൂ സുഫിയാൻ വന്നോണ്ടുണ്ടു. എന്തിക്ക് ഈ കരാർ ഒന്നുകൂടി ഉറപ്പിക്കുകയും ഒന്നുകൂടി ടൈം നീട്ടുവാണ് അബൂ സുഫിയാൻ വന്നോണ്ടുള്ളേ. പക്ഷെ അങ്ങനെ അബൂ സുഫിയാൻ മദീനത്ത് വന്നപ്പോ അയാളെ വേറെന്തും പേയില്ല. അങ്ങനെ അത്ര സുലാഭത്ത് ഞങ്ങളെ കരാറ് പഠിച്ചെങ്കിൽ നീങ്ങ
ആക്കിയിട്ടായിട്ട് അടുത്ത വർഷം ഇനി കൊണ്ടുമേ മക്കത്ത് ഒരു മാർച്ചാക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനമാക്കി. അങ്ങനെ നീണ്ട സംഭവമാണ്. അബൂ സുഫിയാൻ എന്താക്കിടും ചൊന്നെങ്കിൽ മദീനത്ത് വന്നിട്ടാകുമ്പോ ആരപ്പെട്ടാണ് ഞാനിപ്പോ പോണ്ടേ. ആ മദീനത്തിൽ അബൂ സുഫിയാന്റെ ഒരു മോളുണ്ട്, ഉമ്മു ഹബീബ, ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. ആ ഉമ്മു ഹബീബക്ക് ഒന്നൊരു മങ്ങിലായിട്ട് അയാൾ ഹബശത്ത് ഹിജ്റ പോയപ്പോ ആ മനുഷ്യൻ ക്രിസ്ത്യാനിയായിരുന്നു. പിന്നെ ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മങ്ങിലാവുക. അങ്ങനെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ മുട്ട പണ്ട് ഔത്തുഹു സ്വന്തം മോളല്ലേ, മോളിലെ മുട്ടാണ് പണ്ട്. മോളിലെ മുട്ട വന്നിട്ട് അയാൾ എന്താക്കിയിട്ട് ചൊന്നെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെക്കൊരു ജാഗയുണ്ട്, സ്പെഷ്യൽ ജാഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിപ്പുണ്ട്. അതിൽ പോയിട്ട് ഇയാൾ തെക്കവ് നോക്കിയപ്പോ മോൾ എന്താക്കിയിട്ട് ചൊന്നെങ്കിൽ അതിൽ വേഗം പിരിച്ച് ബന്ധാക്കിയിട്ട് ദൂരം പോയി വെച്ച്. ഇതായാലും ഭയങ്കര ബേജാറായിട്ട് എന്റെ മോളല്ലേ ഇത്. നാനൊരു ബലിപ്പുൾ തെക്ക് പോയപ്പോ സ്വന്തം മോളും ആ ബലിപ്പുള എടുത്തിട്ട് ബന്ധാക്കിയിട്ട് അതിനെ പേരൊക്കെ പോയി വെക്കിട്ട് വാപ്പടതിൽ തെക്ക് വിടില്ലേ. ആ സമയത്ത് അബൂ സുഫിയാൻ കേക്കടെ യാ ബുനയ്യ മോളെ മാതിരി അറദിബി അൻ ഹാദൽ ഫിറാഷ് നിക്ക് എന്തരൈത് നാനതിൽ തെച്ചെങ്കിൽ എന്തരവളു നാനതിൽ തെച്ചെങ്കിൽ എന്താവളു മക്കത്തെ മദീനത്തിൽ നിന്റെ വാപ്പ വന്നിട്ട് നിന്റെ ഔത്തുൾ നീ സ്വീകരിച്ച പക്ഷെ ആ ഫിറാഷിൽ അങ്ങ് തെക്ക് പോയപ്പോ നീ വിട്ടില്ല, അതിനെ ചുരുട്ടിട്ട് വേറെ എടുത്തു വെച്ചല്ലേ. അതാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അപ്പ ചെന്ന പറക്ക ഹുവ ഫിറാശു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അൻത മുശ്രികുൻ നജസ്. സ്വന്തം ബാപ്പ മക്കത്തെ വലിയ ലീഡറാണ്, അയാളെ മുഖം നോക്കിയിട്ട് ചെന്ന് അത് നീ തെക്കുകയോ നീ തെക്കുണായ ഫിറാശല്ല, അത് നിന്റെ ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തെക്കലെത്തെ സീറ്റാണ്. നീ മുശ്രിക്കാണ്, നീ നജസാണ്, നീ അത് തെക്കുക സ്വന്തം അപ്പഴൊട്ടി ചെന്ന് നന്റെ ബാപ്പ നന്റെ ഭർത്താവുടെ ഫിറാശിന് വേണ്ടി തെക്കവും നക്കൊരിക്കലും ഇഷ്ടമല്ല, നീ തെക്കോതീറ നീ തെക്കോതീറാൻ ചൊന്നിട്ട് ചുട്ടി വെച്ചിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അയിമടെ മഹബ്ബത്താണത്, അയിമടെ ഈമാനാണ്. അയി പിന്നെ അയിമടെ സ്ഥാനം പിന്നെയും കൂടുകൊണ്ടാണ് മദീനത്ത്. കാരണം സ്വന്തം ബാപ്പ മുശ്രിക്കായതുകൊണ്ട് ബാക്കിയെല്ലാം പരിഗണനകൾ നടത്തും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെക്കിടതിൽ തെക്കുപതി ആയിട്ടില്ല. ബാപ്പല്ല, ഇനി ബാപ്പയുടെ ബാപ്പാവട്ടെ ആറ് പേരെങ്ങും പാവട്ട് ഓടുക നീ എത്തിയിട്ടില്ല. അബൂ സുഫിയാൻ ബേജാറായിട്ട് അബൂ സുഫിയാൻ ചൊല്ലു വല്ലാഹി ലഖദ് അസാബകി ബഅദി ശർറുൻ, നന്റെ പിന്നെ എനിക്ക് യന്ത്രമായിരുന്നു ചൊല്ലു, നന്റെ പൊട്ടു പോയല്ലേ നീ, അതുകൊണ്ട് എനിക്ക് സമയമില്ല, എനിക്ക് ശർറുണ്ടോ ചൊന്നിട്ട് അബൂ സുഫിയാൻ ചൊന്നുപോയിട്ട്. പണ്ട് അബൂ സുഫിയാൻ ചൊന്നിട്ട് മുമ്പത്തെ ഭർത്താവ് ക്രിസ്ത്യാനി ആയിട്ടാവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മങ്ങിലായിട്ടല്ലേ. അപ്പൊ അബൂ സുഫിയാൻക്ക് വിഷയം കിട്ടിയത് നിങ്ങളുടെ മോളിലെ നിങ്ങളുടെ ശത്രുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായി. അപ്പൊ അബൂ സുഫിയാൻ ചെന്ന പറഞ്ഞതിലൊന്നുകൊണ്ടാ തൊന്തരയില്ല, നല്ല പുതിയാപ്പിള നല്ല പുതിയാപ്പിള എന്റെ മോളു പരാജയപ്പെടാനായിട്ട് അബൂ സുഫിയാനെ ചൊത്തു. അണ്ടിങ്ങനെ അയാൾ കാത്തു നിൽക്കുന്ന സമയമാണ് എപ്പോ കിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരിക്കുമ്പോഴും അബൂ സുഫിയാൻ ചൊല്ലുന്നതിൽ എന്തുകൊണ്ടാ അതൊരു നല്ല പുതിയാപ്പിള എന്റെ മോൾ എന്തു ആവലെ അബൂ സുഫിയാൻ ചൊന്നിട്ട്. അങ്ങനെ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയുമുണ്ടു സഹാബത്തിലൊട്ടിയുമുണ്ടു എന്തിനുമുണ്ടിയെങ്കും അവിടെ അയാളെന്തും നടക്കില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത വർഷം മക്ക ഫത്ഹ് റെഡിയാവുള്ളൂ. 10,000 സഹാബത്തിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനം എന്തെങ്കിൽ സഡൻ അക്ക് ഗൊന്താവാത്ത പോലെ മക്ക അങ്ങ് മാർച്ചാക്കും. യുദ്ധമില്ല, അവിടെ രക്തരഹിത വിപ്ലവമാണ്, രക്തസഹിത വിപ്ലവമല്ല, ആരെയും കൊള്ളുകയില്ല, ബുദ്ധിമുട്ടാക്കുകയില്ല. അങ്ങനെ കൊല്ലാണ്ട് ഈ വലിയ സംഘത്തെ കണ്ടപ്പോഴേ മക്കാർ കീഴടങ്ങും, അങ്ങ് വിട്ടുപോകണു, ഇനി ഞങ്ങയില്ല. അതുകൊണ്ട് മക്ക ദിഗ്വിജയം ഉണ്ടാവണം ചൊന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോണ്ടേ പോകുമ്പോൾ ദ്വാരത്തില് അങ്ങനെ കാതുകും കണ്ണുകും കാണാത്ത പോലെ ആക്കണോ. സഡൻ ഞങ്ങൾ അങ്ങനെ കാണണം. അങ്ങനെ ഒരു ശത്രു സഡൻ ഒരു പ്രായത്തിൽ വന്നെങ്കിൽ പോകാവില്ല, നമ്മൾ കൊത്തയിട്ടുണ്ടെങ്കിൽ തയ്യാറിയാവുകയുള്ളൂ. ഇവിടെ മദീനത്തെ മക്കത്ത് സഡൻ 10,000 ആൾമാർ പോയിട്ടുള്ളത്, അതിന് സഡൻ മക്കാർ കണ്ടുകൊണ്ടുള്ളത്. അങ്ങ് എന്തുമാക്കുകയാവില്ല ആ സമയത്ത്, അന്യത്തെ ഇങ്ങനത്തെ ആരെയും പിടിക്കുകയാവില്ല. പിന്നെ ശരണാവുന്നതല്ലാണ്ട് വേറെ തെരുവില്ല. അങ്ങ് ശരണാവണു യുദ്ധാക്കുമെന്നൊക്കെ വന്നിട്ടില്ല. അങ്ങനെ 10,000 ആളെയും പിടിച്ചോണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോണ്ടു. പോയപ്പോ എന്താവും ചെന്നെങ്കിൽ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ചൊല്ല ഒരാളുണ്ട്. അയാൾ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം ഞങ്ങൾ മദീനത്തെ മക്കത്ത് കൊണ്ടത് ആർക്കും കൊത്താവുക സഡൻ ആ കൊത്താവണോ. പക്ഷെ ഇത് ആത്തിബ് ഇബ്നു അബീ ബൽതഅ ചൊല്ല ആളെന്താക്കി തോന്നുന്നില്ല, അയാൾ സ്വഹാബിയാണ്, ബദരിയാണ്. പക്ഷെ അയാൾക്ക് ഖുറൈശികളൊട്ടി ഒരു കരാറിത്ത് ഇയാളെ കുടുംബവും സമ്പത്തെല്ലാം മക്കത്തിലുണ്ടു.
ഇയാൾ തീരുമാനാക്കിയിട്ട് സഡൻ മാർച്ചാക്കി നല്ലതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടു നല്ലതവിടെ അതുകൊണ്ട് കുറേശ്ശിങ്ങത് ഇയാൾ എന്താക്കിയിട്ട് ചൊന്നെങ്കിൽ ഇയാൾ ഒരു പെണ്ണൊട്ടിയെ കടലാസുമായി കടത്തിയിട്ട് ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പട്ടാളവും വന്നുകൊണ്ടുണ്ടു എന്നിട്ട് 10 ദീനാർ പൈസയും കൊടുത്തു. അപ്പൊ ഇത് ഭയങ്കര വിഷയത്തില്ല. മദീനത്തെ ഒരു രഹസ്യം മക്കക്കാർ ചൊന്നുകൊടുത്തോണ്ട് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പിന്നെ ഇത് വന്നായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാച്ചുറൽ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞൻ, ലോകത്തെ ഏറ്റവും വലിയ ഹിക്മത്തുള്ള ആള്, ഏറ്റവും വലിയ ബുദ്ധിമാനം വേറെ ആരുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ആരുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ ഗനവി റളിയല്ലാഹു അൻഹു ഇങ്ങനക്കടുത്ത് ഇങ്ങനൊട്ടിയെ ചൊല്ലു. നിങ്ങൾ പോറും റൗദത്തു ഖാഖ് ചൊല്ല ജാഗയുണ്ട്, ഖാഖ് തോട്ടം, അവിടെ പോറു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നേക്ക് ഇയാൾ ഒരു പെണ്ണൊട്ടി കടലാസ് കടത്തിരും അവിടെ പോറും ചൊല്ലു. അവിടെ ഒരു പെണ്ണുണ്ടു, അവളൊട്ടി കടലാസ് പിടിക്കോറും. അങ്ങനെ വളരെ സ്പീഡിൽ ഇങ്ങനെ പോയാ തോട്ടത്തെ മുണ്ട പോയാ ആ പെണ്ണ് ചെന്നാൽ നണ്ടൊട്ടി എന്തും ഇല്ല. ആ സമയത്ത് ഇങ്ങോട്ടും ചെന്നരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളൊട്ടിയെ കടലാസ് കൊണ്ടു. അവള് വളരെ ഒളിപ്പിച്ചു വെച്ച ആർക്കും കാണാത്ത പോലെ അപ്പ ചെന്നാൽ നീ പെണ്ണാണ്, ഒന്നാ വസ്ത്രം നീ ഈ കിതാബ് തരണോ അല്ലെങ്കിൽ നിന്റെ ഉടനെ ചെന്നിട്ട് വളരെ ചൂട. ആ സമയത്ത് പെണ്ണ് മുടിക്കെട്ട് ഉള്ളത്ത് ഒളിക്കേണ്ടി വെച്ചതാണ് ഈ കടലാസ്. ആ കടലാസ് ഇങ്ങനെ എടുത്തു കൊടുത്ത് നോക്കുമ്പോ ഇത് ഹാത്തിം ഫ്രം ഹാത്തിബാണ്, സ്വഹാബിയാണ്, ബദരിയാണ്. ഹാത്തിമാണ് രഹസ്യം ചോർത്തിയോണ്ടുള്ളേ സംഭവം. ഭയങ്കര വലിയ വിഷയല്ലേ ഇത്. രാഷ്ട്രത്തെ രഹസ്യം ചോർത്തിയോണ്ടുള്ളൂ. യാത്തിമാതാണ്ട് ഇതെന്താണ് ഹാത്തിം വിഷയം ഇത്? അയാൾ കാരണം ചുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കാഫിറായിട്ടില്ല, ഞാൻ മുസ്ലിമേ, പക്ഷെ ഞാൻ ആക്കുള്ള കാരണം ഇതാ. എന്റെ കുടുംബക്കാരും സമ്പത്തും മക്കത്തുള്ള ആളുകൾ അതിനെ സംരക്ഷിക്കുക ആരുമില്ല, ഒരു പ്രൊട്ടക്ഷൻ കിട്ടട്ട് ചൊന്നിട്ടാണ് ഞാൻ ഈ രഹസ്യം ചോർത്തിയത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ശരിയാണ്, ഹാത്തിബ് ചൊന്നത് നേരിട്ടു. അപ്പോഴുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്. ആ മഹാത്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒന്ന് നിങ്ങൾ വിടണം. ഞാനിപ്പ ഈ കപട വിശ്വാസി മുനാഫിഖുടെ തലയെടുക്കണേണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയെടുക്കൊന്നുമില്ല. അതാണ് ബദരീങ്ങളെ മഹത്വത്തിലുള്ള മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നഹു ഖദ് ശഹീദ ബദറൻ. ഇയാളെ തൊടുമ്പോഴേയില്ല, എന്തേ ഇയാൾ ബദറിൽ കൂടിയിരിക്കുന്ന ആളാണ്, ബദർ യുദ്ധത്തിൽ കൂടിയിരിക്കുന്ന 313 ആളിൽപ്പെട്ട ആളാണ്. ബദരീങ്ങൾ വിഭിന്നരൊക്കെ ഇസ്ലാമേ കലത്ത്. അതുകൊണ്ട് ബദരീങ്ങളെ തൊടുമ്പോഴേയില്ല. ചിലപ്പ ബദരീങ്ങളൊട്ടി അള്ളാഹു ചൊന്നിട്ടിക്കുക നിങ്ങൾക്ക് എന്ത് വേണം കാക്കാം. ബദരീങ്ങളായ ആൾമാരുള്ളവരല്ലേ അങ്ങോട്ടി അള്ളാഹു ചൊന്നിട്ടിക്കുക എന്തിനെ നിങ്ങൾക്ക് എന്ത് വേണം കാക്ക, നിങ്ങൾക്ക് എല്ലാം ഞാൻ പുറത്ത് തന്നിട്ടായിട്ട് അതോ നിങ്ങൾ ആക്കിയതും ഇനി ആക്കൃത്തും എല്ലാം അള്ളാഹുവായ നാണ് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വാങ്ങാൻ പഠിച്ചോണ്ട് ഇയാളോട്ട് ചെന്നിട്ടിക്കുക. അതുകൊണ്ട് ഇയാൾ കണ്ടാസെന്തിനായിട്ടിക്കും. അതുകൊണ്ട് ഇയാളെ തലയെടുക്കുകയാവില്ല, ഇയാളെ കൊള്ളുകയാവില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി പിന്നെ ഖുർആൻ ആയത്തുണ്ട്. അപ്പൊ ഞാൻ ചെന്നത് ഈ അബൂ സുഫിയാനും പാർട്ടിയും മക്കത്തിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങൾ 390 കൊടുക്കുന്നതുകൊണ്ട് 10 ഇത്. പക്ഷേ ആ രഹസ്യം പാതിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയാ മക്കത്ത് പോയോണ്ടുള്ള അങ്ങനെ പോകുമ്പോ ഇവിടെ കുറെ വിഷയങ്ങൾ കുറച്ച് അപ്പുറത്തു ഒരു റമദാനിലാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പക്കം നോമ്പുരിക്കലും ഒരു പക്കം റമദാനിലല്ലേ പോകേണ്ടത്. അപ്പൊ അഫ്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുരിച്ചപ്പോ അഫ്തറൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളും നോമ്പുരിച്ചാറ്. റമദാനിൽ നോമ്പൊരിക്കലമാണ് കേൾക്കുക. റമദാനിലാണ് പോയോണ്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 8 റമദാൻ 10ാമത്തെ നാളിലാണ് മദീനത്തെ പുറത്താവുക. അങ്ങനെ പുറത്തായിട്ട് പിന്നെ കുദൈൽ ചൊല്ല ഒരു ജാഗരത്തുമ്പോ അഫ്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുരിച്ചിട്ട് അഫ്തറൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങളും നോമ്പുരിച്ചാറ്. അപ്പൊ ഇവിടെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാവൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് പോയിരത്തരെ മദീനത്ത് മക്കത്ത് പോകുമ്പോ നോമ്പുറിച്ചിട്ട് റമദാന്റെ നോമ്പാണ്, കണ്ടായമായ നോമ്പാണ്. അവിടെ നോമ്പുറിക്കുമ്പോ ഇന്ന് കേട്ടില്ല ഇത് റമദാനല്ലേ നോമ്പുറിക്കുമോ തനി കുടിക്കുമോ. മുസ്ലിമൂന ആരും നോമ്പുറിച്ചാറ്, മുസ്ലിമീങ്ങളും നോമ്പുറിച്ചാറ്. കാരണം അവിടെ നോമ്പല്ല വിജയം, അവിടെ വിജയമാകട്ടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുക ചൊന്നെങ്കിൽ നോമ്പെടുക്കണം, നോമ്പെടുക്കുക ചൊന്നിട്ടാൽ നോമ്പ് പിടിച്ചിട്ട് വന്നേ പാതി എത്തുമ്പോ നോമ്പ് മുറിച്ചോണ്ടുണ്ടു എന്ന് അത്ര താകായിട്ടിക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്യമേ അല്ല ചെന്നേ, ഇന്നഹു യുത്ഇമുനി റബ്ബി വയസ്കീൻ, നന്റെ റബ്ബ് നക്ക് തിമ്മാട്ട, നന്റെ റബ്ബ് നക്ക് കുടിപ്പിക്കുക. എത്ര വാങ്ങാൽ കുടിക്കാണ്ട് നിൽക്കൂ, നിനക്ക് എവിടെ കിട്ടും? അത് നന്റെ റബ്ബ് നക്ക് സ്പെഷ്യൽ ഭക്ഷണം തണ്ട, നന്റെ റബ്ബ് നക്ക് പാനീയം തണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലു. അപ്പൊ എന്തേ ഊടെ കൊടുത്തിട്ടില്ലേ സ്പെഷ്യൽ പാനീയം, ഊടെ എന്തേ സ്പെഷ്യൽ ഭക്ഷണം കൊടുത്തില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അതെന്തും കേൾക്കണ്ട. കൂടെ കുറച്ചെത്തുമ്പോ എന്തുകൊണ്ട് നോമ്പുറിച്ചിട്ടുണ്ടെങ്കിൽ ഖിബ്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. മക്കത്തേതല്ല ഖിബ്ല, ഖിബ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയിട്ട് മുഅ്മിനീങ്ങളായ ആൾമാരാക്കടാറ്. അതുകൊണ്ട് സ്വഹാബത്ത് ക്വസ്റ്റനേ ഇല്ല. യാ റബ്ബി ഇന്നത്തെ ആൾമാരുടെ ക്വസ്റ്റൻ ആക്കത്തന്നല്ലേ ഇത് നോ പിടിക്കോ ചെന്നൊരു പാടിൽ നോ കുറച്ചുകൊണ്ടുണ്ടോ. ഇത് അഫ്ദലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാക്കിയിട്ട് സമയന വഅതന, പിന്നെ ക്വസ്റ്റൻ ആക്കുകയില്ല കേൾക്കുകയില്ല. ചില ആൾമാർ ചൊല്ലാറ് ക്വസ്റ്റൻ ആക്കുകയില്ലാത്ത ആൾ ഒത്ത മാത്രമാണ് അല്ലാഹു. ആരെയും കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്കിയതിന്റെ വകയും നമുക്ക് ക്വസ്റ്റൻ ആക്കാനുള്ള കപട വിശ്വാസികളുള്ള അത് സമല്ല. ഓടി തന്നുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുറിച്ചിട്ട് സ്വഹാബത്തായ മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹും മൊത്തം നോമ്പുറിച്ചാറ്. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സക്ക് തിരിഞ്ഞുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെ നടുവേ മക്കത്തെ കഅബാലയത്തിൽ തിരിഞ്ഞിട്ട് ഒരു സ്വഹാബത്തും കേട്ടില്ല ഇത്ര പാതിൽ രണ്ടരക്കാത്ത അവിടെ നിസ്കരിക്കുന്ന ചേട്ടരക്കാത്ത ഇപ്പൊ നിസ്കരിക്കും ഒരാളും കേട്ടില്ല. കുറച്ചാൾ തിരിഞ്ഞിട്ട് പോയാൽ അള്ളാഹുവിനെ കൊണ്ടുള്ള ഞാൻ എന്തിനാക്കിയത് കൊണ്ടുണ്ടാ പിന്നെ ഒരു 4 റക്അത്ത് ആയാൽ പിന്നെ വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ റക്അത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞോളെ തർക്ക് തിരിയോ നേരെ ഉൾട്ടാ. അപ്പൊ കേൾക്കല്ലോ ഒരു 4 റക്അത്ത് ആയിട്ട് വന്നത് എന്താവത്ത് ഇതൊരു എല്ലാ എന്റെ 30 ആയില്ലേ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ കേൾക്കാം. അത് സ്വഹാബത്ത് അങ്ങനെ ഒരു ക്വസ്റ്റനും ഇല്ല. ഇത് എവിടെ തിരിഞ്ഞിട്ട് അവിടെ അപ്പൊ മസ്ജിദുൽ അഖ്സ ഖിബ്ലല്ലേ? അതൊന്നും ഖിബ്ലല്ല. വഖത്തെ കഅബ ഖിബ്ലല്ലേ? അതല്ല ഖിബ്ല. ഖിബ്ലാണ് ഖിബ്ലത്തുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നിടനായ ജാഗെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ തിരിഞ്ഞതുകൊണ്ട് അങ്ങനെ പ്രതിജ്ഞ. ഇനി അപ്പുറം തിരിഞ്ഞിലേക്ക് ഞങ്ങൾക്ക് അപ്പുറമേ തിരിയത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നിസ്കാരവും ഇപ്പുറം നിസ്കരിച്ചിട്ടാണ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തു മദീനത്തെ പള്ളിയുടെ പശ്ചിമ ഭാഗത്ത് തിരിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് ബാബു സലാം ലാസ്റ്റ് നിസ്കാരം ഞങ്ങൾ ഇന്നും അവിടെ തിരിഞ്ഞ് നിസ്കരിച്ചോണ്ടിരിക്കുന്നത്. എന്തേറ്റൊന്നെങ്കിൽ വൽഹാസിൽ എന്തേറ്റൊന്നെങ്കിൽ മുഅ്മിനീങ്ങളായ ആൾമാർക്ക് വേറെ എല്ലാം പിന്നെയാണ് അങ്ക് ഫസ്റ്റ് ആയിട്ടൊന്നെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാൻ ചർച്ചയാവുന്ന സൊസൈറ്റിയിൽ ആദ്യം ചർച്ച ആവുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത ആൾമാർക്ക് എപ്പോഴും ചർച്ച നിസ്കാരമാണ്, എപ്പോഴും ചർച്ച നോമ്പാണ്, എപ്പോഴും ചർച്ച സകാത്താണ്. അത് വേണ്ടേണ്ടത് അത് വേണം. പക്ഷെ ഈമാൻ ചർച്ചയാവുന്ന അവിടെ ഒന്നാമത് ചർച്ചയാവുന്നത് അല്ലാഹു അവരുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം ഇത് ഖിബ്ലത്തുൽ ഖിബ്ല, മക്കത്തുള്ള കഅബാലയത്തിന്റെയും ഖിബ്ലയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇങ്ങോട്ട് മുസ്ലിമീങ്ങൾ പോയാൽ മറുപടി വഹ്റാൻ ചൊല്ല ജാഗത്ത് മക്കത്തെ മുട്ട എത്തിയോണ്ടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിക്മത്ത് നോക്കൂ. എല്ലാവരും തീ കത്തുവാട്ടണോ? എല്ലാവരും അന്യ തെറ്റിട്ട് തീ കത്തുവാട്ടിയാണോ? എത്ര തീ? ഒരു ഗ്രൂപ്പ് ആൾമാർ ഒരു തീ കത്തുവാട്ടിയമ്മയോല അന്യ എല്ലാമാരും 10,000 ആൾമാർ തീ കത്തുവാട്ടുന്നെങ്കിൽ ഇത് കാണുമ്പോ എന്തിരിക്കും അവസ്ഥ? ദൂരത്ത് നോക്കൂടെ ഒരാൾ പേടിക്കാതെ മക്കത്തെ പുറത്ത് അഥവാ മക്കത്തെ ഉള്ള പോയിട്ട് യുദ്ധാക്കുകയില്ല, സിവിലിയൻസ് കൊല്ലുകയില്ല, മക്കത്തിൽ പെണ്ണിങ് ഉള്ള ആള് മക്ക ഉള്ള അങ്ങനെ കൊല്ലുകയില്ല. യുദ്ധം ചൊന്നെങ്കിൽ ഒരു സ്പെഷ്യൽ ജാഗിൽ രണാങ്കണത്തിൽ 2 സൈന്യാണ് ഏറ്റുമുട്ടണായി ഇല്ല. അങ്ങനെവാ ഇന്ത്യ യുദ്ധം ചൊല്ലുന്ന പേരിൽ പാവപ്പെട്ട ആൾമാരെ എല്ലാം തിന്നേ നശിപ്പിക്കേ, പാവപ്പെട്ട കുഞ്ഞുമക്കളെ നശിപ്പിക്കേ. എന്നിട്ടൊക്കെ ചൊല്ല് ലോക സമാധാനത്തെ ലോക പോലീസ് സമാധാനത്തിന് വേനായിട്ട് ഇറങ്ങിയാൻ ചൊല്ല് അതിൽ അംഗീകരിച്ചു കൊടുക്കും ലോകമുണ്ടു. അതാണ് മുസ്ലിമീങ്ങൾ എതിർത്തോണ്ടുള്ളേ. നിങ്ങൾ യുദ്ധത്താൽമാർ എവിടെ ആരെങ്കിലും കാട്ടത് സാധ്യമാ? മുസ്ലിമീങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും പ്രായത്തിൽ പോയിട്ട് പാവപ്പെട്ട ആൾമാരെ കൊന്ന ചരിത്രമുണ്ടാ? ഏതെങ്കിലും കുഞ്ഞുമക്കളെ കൊന്ന ചരിത്രമുണ്ടാ? ഇനി രണാങ്കണത്തിൽ വരെ യുദ്ധത്തെ സമയത്തിൽ വൃദ്ധന്മാരെ തൊടണ്ട, പെണ്ണിങ്ങ ഇന്നാറുണ്ടായ ഞങ്ങളെ തൊടണ്ട, മരം മുറിക്കണ്ടാണ്ട് വഴിപാടിത് യുദ്ധ നിയമങ്ങൾ ലോകത്തിൽ വഴിപാടിയത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഗസത്തുൽ യുദ്ധയിത്ത്, ലബനാനിൽ യുദ്ധയിത്ത്, ഇറാഖിൽ യുദ്ധയിത്ത്, സിറിയത്തെ നശിപ്പിച്ചാറ്, അഫ്ഗാനിൽ യുദ്ധയിത്ത്, എവിടെയെല്ലാം യുദ്ധങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ആൾമാരെ കൊന്നാറ്. ഒന്നനെ വിശ്വമഹായുദ്ധ, ಎರಡನೇ ವಿಶ್ವಮಹಾಯುದ್ಧ 10 ಕೋಟಿയോളം ആൾമാരെ കൊന്നാറ്. 10 കോടി ആൾമാരെ
കൊന്നാറ്. ഇന്ത്യത്തിൽ 190 വർഷത്തിൽ 16 കോടി ആൾമാർ ബ്രിട്ടീഷന്മാർ കള്ളന്മാർ കൂടെ വന്നിട്ട് കൊന്നാർ. അതാണ് ചൊല്ലെ മുസ്ലിമീങ്ങൾ യുദ്ധപ്പതിയന്മാർ. അവ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട കുറെ ആൾമാർ പഠിക്കാത്തോ അവക്കാട്ടൊന്നിട്ടു പഠിക്കാണ്ട് തലയാട്ടിട്ട് കൊണ്ടേ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങെല്ലാം കൊന്നത് പാവപ്പെട്ട ആൾമാരെയാണ്. ശാപം കൊണ്ട് 3 കോടി ആൾമാരെ തിന്നതില്ലാണ്ട് മരിച്ചുപോയാറുണ്ടാകുന്നുണ്ടല്ലോ. അത്രയും ആൾമാരെ ഇതേ പുരോഗമനം ആധുനികത്തെ വാദിക്കിടക്കത്തെ ആൾമാർ കൊന്നുവിട്ടാറ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വെച്ച് തിരികൊണ്ടുള്ളേ 1058 ആൾമാർ മാത്രമാണ് 74 യുദ്ധങ്ങളിൽ കൊലപ്പെട്ടു പോയത്. മുസ്ലിമീങ്ങളിൽ 259, അവിശ്വാസികളിൽ 759. യുദ്ധ ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ ആൾമാർ മരിച്ച ചരിത്രം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചരിത്ര വിദ്യാർത്ഥി എടുത്തുകാട്ടവും സാധ്യമാണ്? വെറുതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വെറുതെയും ചൊന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചൊന്നേ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി അങ്ങോട്ട് ഈ ചൊന്ന് എല്ലാവരും തീ കത്താണ്. 10,000 തീയാണ്. 10,000 തീ. അങ്ങനെ ഒരു നാൾ ജാവു അബൂ സുഫിയാൻ ഭയങ്കര ബുദ്ധിമാനാണ്. അബൂ സുഫിയാൻ ഭർത്താവ് ഒരു ജാവു ഹക്കീമോട് നിസാം ഭർത്താവ് ബുദൈലോട് ഭർത്താവ് അങ്ങെന്തരമാ മണത്തവനെ നമ്മ ഞാൻ ചെന്നല്ലേ പിന്നെ അന്തക്ക് യുദ്ധത്തിൽ പോയപ്പോ ഒരാൾ മെല്ലെ അപ്പുറത്ത് കൊണ്ടു. അപ്പൊ അബൂ സുഫിയാൻ സഡൻ തോടുകാരോ 12 ചെന്നിട്ടു. അയാൾക്ക് സഡൻ ഭർത്താവ് മണക്കട പിന്നെ നേതാവേ. അങ്ങനെ ഇങ്ങ 3 ആൾ എന്തെങ്കിലും ഉണ്ടാ പുതിയ വിശേഷം തേടി പോയിട്ടുള്ള. അങ്ങനെ പോകുമ്പോ 10,000 തീയാണ് ഇങ്ങ കാണേ. ആകെ അങ്ങ് പേടിച്ച് പെരച്ചുപോയാ. സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടോ? ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പനാണ് മുസ്ലിം. പണ്ടേ അയാൾ മുസ്ലിം, പക്ഷെ ഇസ്ലാം അയാൾ വെളിവാക്കിയിട്ടില്ലെന്ത്. ബദർ യുദ്ധത്തിൽ അബൂജഹലിന്റെ കൂടെ കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധത്തിൽ പോയിട്ടാറ്. അബ്ബാസ് റളിയല്ലാഹു ബച്ച പോയിട്ട് ഈ അബൂജഹൽ ഒരു കുത്തനെയും പോയിട്ടുണ്ട് മക്കത്ത്. അബൂജഹൽ അബ്ബാസ് റളിയല്ലാഹു ഇഷ്ടമില്ലാണ്ടാണ് പോയപ്പെട്ടാക്കി അറിഞ്ഞെന്ന് അബ്ബാസ് റളിയല്ലാഹു അറസ്റ്റ് ആക്കിയിട്ട് മദീനത്തിൽ വിളിച്ചവന്ന് നോക്കുമ്പോ സ്വന്തം ബാപ്പടെ എല്ലാം കണ്ടുകൊണ്ടുണ്ടു. അപ്പൊ അയാൾ പൈസ തന്നിട്ട് പോകണം. അതെ, ദണ്ഡ പാവത്തിയാക്കിയിട്ട് നിങ്ങൾ വിട്ടുക. കുറെ ആൾമാരെ വിട്ടുകൊണ്ടുള്ള. അപ്പൊ ഇത് നിങ്ങളെ ഇളപ്പല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ധർമ്മത്ത് കൊടുക്കണോ? ധർമ്മത്തുള്ള ഒരു ഉറുപ്പ് പോലും കുറയാക്കാൻ ചൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇളാപ്പല്ല മൂത്താപ്പല്ല ആരും കിടക്കെ കൂടെ നിയമമേ. അതുകൊണ്ട് ഒരു ദിർഹം പോലും നന്റെ അബ്ബാസ് നിങ്ങളത് മാത്രമല്ല നിങ്ങളെ അടിമ അബൂ റാഫി അയാളെ പൈസ തന്നിട്ട് നിങ്ങൾ പോകണോ? അപ്പൊ ഇയാൾക്കുണ്ട് നന്നിട്ട് എന്തിന്റെ നബി സല്ലല്ലാഹു ഇങ്ങനെ ആക്കുസുറായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്ത് നിങ്ങം ഉമ്മുൽ ഫദ്ൽ രണ്ടാളും മാത്രം കൊണ്ടുള്ളൂ. നിങ്ങൾ ഔത്തരെ ആ ജാഗയിൽ നിങ്ങൾ പൂത്തി വെച്ചെങ്കിലത്തെ ബംഗാറ് പൈസ അതെവിടെ പോയി ആകെയാ അത്ഭുതപ്പെട്ടു പോയിട്ട്. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ തന്നെ വിളിച്ചവന്റെ അയാൾ റെഡിയായിട്ട് മരിച്ചു പോവാൻ ചൊല്ലുകയുണ്ട്. പെഞ്ഞായിക്ക് ബാക്കിയുള്ളവർക്ക് പൈസ വേണോ? ഉള്ള പൈസത്തെ എല്ലാം മൂടി വെച്ചിട്ട് ദഫനാക്കിയിട്ട് ആർക്കും ಗೊತ್ತಾവാത്ത പോലെ ഉമ്മുൽ ഫദ്ലും അബ്ബാസ് തങ്ങൾ മാത്രം മൂടി വെച്ചിട്ടാണ് വന്നത്. ഇതിന് 500 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടുണ്ടു. യാ റബ്ബി ആ സമയത്ത് അയാൾ ചൊല്ലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്കുകൊണ്ടുണ്ടു. നിങ്ങൾ റസൂലുള്ളാഹിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നീക്കെങ്ങനെ ಗೊತ್ತಾയിട്ട് നക്കും തന്റെ പെണ്ണായി മാത്രം കൊത്തുള്ള വിഷയം നീ ഊടല് ചെയ്തുകൊണ്ടുള്ളതന്നെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കൊണ്ടുള്ളേ. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ മക്കം പത്ത് കിടപ്പോഴാണ് ഇസ്ലാം വെളിവാക്കുന്നത്. അന്ന് ഈ ചൊന്ന 3 ആൾമാർക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭയം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അങ്ങ് മുസ്ലിം ആവുക. അപ്പൊ അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളിൽ ഒന്നിങ്ങനെ നോക്കുന്നു. മുസ്ലിം ആവുക സഡൻ ഈമാൻ പെട്ടെന്ന് വർക്കില്ല, ഇസ്ലാം വേണ്ട. പിന്നെ അബൂ സുഫിയാൻ നോക്കുമ്പോ മുസ്ലിമീങ്ങളിൽ എന്താ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദു എടുത്ത തണ്ണി കീഴ്പോട് കൊണ്ടോണ്ടില്ല. അതിലുള്ള എടുത്തിട്ട് ശരീരത്തിൽ ഇങ്ങനെ പറ്റിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് മഹബത്താണ്, ഭയങ്കര സ്ട്രോങ് മഹബത്തിലുള്ള ഞങ്ങളെ മഹബത്ത് എന്തുമല്ല. ഇത് ഞങ്ങളെ കണ്ടിട്ട് കുറെ ആൾമാർക്ക് പേടിയായിട്ടുള്ളൂ. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൂ നിങ്ങളുടെ മഹബത്ത്. ഞങ്ങളെ ചെല്ലാ നിങ്ങൾ ഇപ്പൊ ദേവരാക്കിക്കൊണ്ടുള്ളതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതേ സമയത്ത് ആ ചൊല്ലാണോ ഇന്ത് പോസ്റ്റർ പത്തുവാട്ടോ ഇന്ത് ജാഗ്രത അഭിയാനാക്കണോ ഞങ്ങളെ പോലത്തെ നാട്ടോട്ട് ആൾമാരെ കണ്ടിട്ട് ഇങ്ങ ഭയങ്കര മഹബത്ത് വെച്ചിട്ട് ഇങ്ങ ഗോഡാക്കിയോട്ടുള്ള ആരുടെ ചൊന്നേ സുപ്രീം കോടതിയുടെ ജഡ്ജിനെ ബെഞ്ചില്ലേ അങ്ങ അപ്പീൽ കൊടുത്തത് എന്തിനും ചൊന്നെങ്കിൽ ഒരു വ്യക്തിനെ ഇങ്ങ ഗോഡാക്കിടാറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗോഡാക്കിടാറ് 30 എത്രയാണ് മദ്ഹ് കൊടുക്കുന്നത്. ഇത് കണ്ട
കണ്ട ഓർത്ത ദൂരത്തിട്ട് ചൊല്ല് ഇങ്ങനെല്ലാവരും കൂടി അയാളെ ഗോഡാക്കിയോടുള്ളത് ഇസ്ലാമിൽ ഒരേ ഗോഡ് എത്ര സുലാഭത്തെ വിഷയം ചൊല്ലതെന്ത് കൊസിയോടും ഗോഡ് ഒന്നേ അതുകൊണ്ട് നിങ്ങൾ കുറെ ഗോഡാക്കിടാറ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ പത്ത് പോയാൽ അതുകൊണ്ടാണ് അഭിയാനാക്കടെ ഞങ്ങളെ പോലത്തെ നാട്ടുപോകുന്ന ആൾമാരെ കണ്ടിട്ട് പോസ്റ്റർ കൊണ്ടുവരണോ വാട്സപ്പിൽ ക്ലാസ് എടുക്കണോ വോയിസ് വിടണോ ജാഗ്രത അഭിയാനാക്കണോ ഈ സ്വഭാവത്തിനെ കണ്ടെങ്കിൽ എന്താ കത്തോ ഈ സ്വഭാവത്തിൽ തന്നെ കീഴുള്ള കൂട്ടോണ്ടില്ല തുപ്പ് തന്നെ കീഴുള്ള കൂട്ടോണ്ടില്ല ഇന്നത്തെ ആൾമാർ അണ്ടില്ലാത്ത നസീബായി പോയി ഇന്നെ നല്ലൊരു സിദ്ധീകരണത്തിനെതിരെ മൈക്കിരട്ടാർ ഉറപ്പാണ് മുനാഫിഖീങ്ങൾ കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പണി അതാണ് അന്നത്തെ മുനാഫിഖ് അതാണ് ഇന്നത്തെ മുനാഫിഖ് നവ തൗഹീദ് ശിർക്കുകളാണ് ഓർക്ക് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയ അബൂ സുഫിയാന്റെ ഒട്ട ഇന്നത്തെ ഇന്നത്തെ ഗ്യാരണ്ടി വയ്ക്കവക്കത്ത ഗ്യാരണ്ടി അഭിയാനാക്കത്ത കൂടെ ഈ ഉളുവിടെ തന്നെ കീഴ് പോലുള്ള അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ പുറത്തുകൊണ്ടുള്ളത് അബൂ സുഫിയാൻ എത്ര കാലാണ് നേതാവായി നടന്നത് ഏതെങ്കിലും ഒരു നാൾ അബൂ സുഫിയാന്റെ തന്നെ അയാൾ അനുയായിയുടെ ചരിത്രമുണ്ട് അബൂ സുഫിയാൻ തുപ്പിയെടുത്ത തന്നെ ഏതെങ്കിലും ഒരാൾ തുപ്പ് തന്നെ എടുത്ത ചരിത്രമുണ്ട് ഇയാൾ അത്ഭുതപ്പെട്ടു പോയിട്ട് അബൂ സുഫിയാൻ അന്യ യാത്ര കൊണ്ടെങ്കിൽ ആളാണ് കച്ചവടക്കാരാണ് അയാൾ ചൊല്ലു എന്തൊരു ജാവാണ് റബ്ബേ എന്തൊരു രാജാവാണ് ഇയാൾ കിസ്റയുടെയും കൈസറുടെയും ഞാൻ കണ്ടിട്ടില്ലല്ലേ ആ കിസ്റയുടെ മുന്നിൽ കൈസറുടെ മുന്നിൽ ഈ രൂപത്തിൽ ആരും ആദരവ് കൽപ്പിച്ചോണ്ടില്ലല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചൊല്ലും എന്താണ് എന്ത് വിഷയം ഞങ്ങളെ മുന്നിൽ വളർന്നെനിക്കെത്ത ആള് ജനിച്ചു വളർന്നെനിക്കെത്ത ആള് 40 വർഷത്തിൽ ജവ്പോലും ഇയാളെ എടുക്കുവാനായിട്ട് ഞങ്ങൾ അധ്വാനിച്ച പക്ഷേ ഇന്ന് ഞങ്ങളെ ബാക്കിൽ ഇല്ല ഞങ്ങളെ ബാക്കിലുള്ള എല്ലാ തീനാറ് എല്ലാ അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയിട്ടോ ആ നേതാവോട് എന്തൊരു ആദരവാണ് ഇങ്ങനെ കൊടുത്തോണ്ടുള്ളത് ഇന്നത്തെ ജാവോ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടേ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അബൂ സുഫിയാൻ മക്കത്തിൽ ചെന്നത് ഖുബൈബ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു തദന്ന റളിയല്ലാഹു അൻഹു അങ്ങനെ ശിലുബയെ സുംബ അവസാനം അങ്ങോട്ടിയ ചെന്നാൽ ബേലിക്ക് നിങ്ങൾ കൊടുക്കുക ഖുബൈബ് വലിയ ബുദ്ധിമാനാണ് മക്കത്തെ തനഈമു ആയിഷ പണ്ഡിത പോകുമ്പോ അവിടെ ഖുബൈബ് റളിയല്ലാഹു കബർ കൊണ്ട് ഒരു പക്ക കാട്ടാണ് അല്ലാഹു അലൈഹി ആ മഹാന്റെ ശിലുബയെ ത്യാഗിയാണ് തനഈമിനെ കൊണ്ട അവിടെ എത്തുമ്പോ ഖുബൈബിനെ കൊള്ളുക അവളുടെ വലിയ ബുദ്ധിമാനാണ് കുറെ നാൾ വെച്ച് നോക്കാറ് ഖുബൈബിനെ പെട്ടെന്ന് കൊള്ളില്ല ഒരു നാൾ നോക്കുമ്പോ പുതിയ പുതിയ ഫ്രൂട്ട്സ് ഖുബൈബ് റളിയല്ലാഹുവിന്റെ മുട്ട കണ്ടുകൊണ്ടു ഔത്തര ആത്മാർക്ക് അത്ഭുതമാണ് ഇതേപോലൊരു ഫ്രൂട്ട്സ് മക്കത്ത് ഇപ്പൊ കിട്ടാത്ത ഫ്രൂട്ട്സ് അല്ലേ അപ്പൊ അയാൾ ചൊന്നത് ഇത് സ്പെഷ്യൽ ഭക്ഷണമാണ് നിന്റെ റബ്ബ് നിനക്ക് തന്നെക്കത്ത ഭക്ഷണമാണ് എവിടെ വേണ്ടുന്നുള്ളതാവുന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു ഇങ്ങനെ മസ്ജിദുൽ അഖ്സത്ത് സ്പെഷ്യൽ ഭക്ഷണം കൊടുത്ത കുല്ലമാ ദഖല അലൈഹ സകരിയ അൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ അയ്മയുടെ ഭർത്തൃ സക്കരിയ അലൈഹിസ്സലാമാണ് ഒരു നാൾ സക്കരിയ നബി അലൈഹിസ്സലാം അയ്മയുള്ള റൂമിൽ പോകുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖ അവിടെ വല്ലാത്ത ഫ്രൂട്ട്സുകൾ റിസ്ഖുകൾ ആ ആയത്തിൽ കിട്ടാത്ത ഫ്രൂട്ട്സ് ആണ് അത് സീസണേ അല്ല സക്കരിയ നബി അലൈഹിസ്സലാം അത്ഭുതമാണ് കേൾക്കുക അന്നാലക്കി ആകാ ഇത് ഊട്ട് നീക്ക് ഇപ്പൊ അയ്മയുടെ മറുപടി കാലത്ത് അന്നാലക്കി ആകാ കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഇത് അല്ലാഹുവിന്റെ മുട്ടത്തെയാണ് അല്ലാഹു ഉദ്ദേശിച്ച ആൾമാർക്ക് കയ്യും കണക്കും ഇല്ലാണ്ട് കൊടുക്കുക അപ്പോഴാണ് സക്കരിയ അലൈഹിസ്സലാം മക്കയിലെ അയാൾ പെട്ടെന്ന് ബോധം വന്ന പോലെ അപ്പത് അവിടെ നിന്നിട്ട് ദ്വാർക്കട റബ്ബേ നക്ക് കിടാവില്ലല്ലേ നീ എന്തൊരു കഴിവുള്ള ആളാ എന്തൊരു ശക്തനാ ഈ ആയത്ത് എവിടെയും കിട്ടാത്ത ഫ്രൂട്ട്സ് ഇപ്പോൾ കണ്ടോണ്ടുള്ളല്ലേ മറിയം ബീവി കണ്ടോണ്ടുള്ളൂ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് അപ്പ ദ്വാർക്കട നല്ല നീ ഉറത്ത കൊടുക്കുകയാ നക്ക് മക്ക വേണോ എത്ര വർഷമായി 89 വർഷം ഉണ്ടായോണ്ട് ആ സമയത്ത് ദുആ ഹുനാലിക ദാ സക്കരിയ റബ്ബ ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം പുറപ്പെടുവിയ ദ്വാർക്കട നല്ല നീ ഉറത്ത കൊടുക്കുകയാ നക്ക് നീ മക്ക തർമോ അങ്ങനെയാണ് യഹ്യ നബി അലൈഹിസ്സലാം സക്കരിയ അലൈഹിസ്സലാം വിട്ട് അവർക്ക് കൂടെ ഖുബൈബ് റളിയല്ലാഹു അൻഹു സ്പെഷ്യൽ ഫുഡ് കിട്ടിയോണ്ടു കൊല്ലുന്ന ഇയാളെ കൊല്ലുക പെട്ടെന്ന് മനസ്സില്ല അവസാനം ചെന്നാൽ നിന്റെ നഗ കൊല്ലുന്ന അബൂ സുഫിയാൻ ഉണ്ടോ നിന്റെ നഗ കൊല്ലുന്ന നീ ലാസ്റ്റ് ഒരു കണ്ടീഷൻ എന്തെങ്കിൽ ഒരു മലക്ക ചെന്നമായി നിന്റെ ഈ ജാഗില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നങ്ങമയ നീക്ക് അത്ര കിട്ടിയെങ്കിൽ എനിക്കൊരു സമാധാനം അത്ര ഞാൻ കൊണ്ടുവന്ന ചെലവാക്കിയല്ലേ കാരണം ചൊല്ലുകൊണ്ട് സാധ്യമേ അല്ല നീനിപ്പ നിന്റെ നന്ന ശിൽപകരിച്ചുകൊണ്ടുള്ള ഈ ജാഗില് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊണ്ടല്ലേ ഇപ്പൊ ഞാനിങ്ങനെ ആയോ നിങ്ങളുടെ ഭാഷ അതുകൊണ്ട് അയാളിന്ദ്രങ്ങമയ്യാവ അത്ര ചെന്നങ്ങമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുമ്പറുകൾക്ക് സാധ്യമല്ല
ബച്ചാവാവുടെങ്കിൽ അങ്ങനെ ബച്ചാവാവട്ടെ. ആ സമയത്ത് ഹുബൈബ് അതാണ് അയക്ക മഹബത്തുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഈ സംഭവത്തിൽ നോക്കുമ്പോ ആ ജാഗയിൽ നാണിന്തരങ്ങെന്തര ചൊല്ലാത്ത അപ്പം ഞാൻ അച്ഛനാക്കിയോളൂ. പ്രത്യേകം പാട്ട് പാടുക നാം സ്വഹാബത്തര കാലത്ത് ഇന്ദിരങ്ങെന്താവത്ത് എത്ര വലിയ ബസിയാവത്ത് സ്വഹാബത്തര കാലത്ത് ഇന്ദിരക്ക് ശിരുപകേരി ശുഭചന്ദ്ര അയാളെ ഉടമനി പാട്ടു നാടോട് ഞാൻ ചൊല്ലുന്നു ഞാൻ ചെല്ലത്തെ അല്ലോ. അങ്ങനെ നോക്കുമ്പോ എന്റെ പഠിച്ച കൂടെ കേട്ടത് ബസിയല്ലേ ഇത്രയെങ്കിലും നാടോടെ ഉണ്ട്. അവിടെ ഇന്ദിരങ്ങെന്താവത്ത് അവിടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു നാണ് എന്റെ നേതാവുടെ ഊടുകൊമ്പന്റെ വിഷയോട് ഇപ്പൊ എവിടെ ഉണ്ടാ ആ ഉള്ള ജാഗിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിൽ ഒരു മുള്ളു കർത്തത് പോലും നമുക്ക് ഇഷ്ടമല്ലാണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ അബൂ സുഫിയാൻ അടവുള്ളൂ. അബൂ സുഫിയാൻ എവിടെയെല്ലാം പോയിട്ട് അയാളുടെ ചെന്നപ്പോഴൊക്കെ എന്തോ ഒരു കാതിറപ്പെ എന്തോ ഒരു മെച്ചന്മാർ ഭാവം മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് റോം സാമ്രാജ്യത്തെ കിസ്റ സാമ്രാജ്യത്തെ സന്ദർശനാക്കിയ ആളാണ് അബൂ സുഫിയാൻ. അങ്ങ് ബംഗാളിൽ കുടിച്ചോണ്ടുള്ളത് അങ്ങ് എത്ര ഹാദിമീങ്ങളാണ്, അങ്ങ് കാത്തിരുള്ള എത്ര ആൾമാരാണ്, എത്ര ആയിരക്കണക്കിന് ഹാദിമീങ്ങൾ സർവന്റ് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ള. പക്ഷേ എതിർന്ന് മാത്രമാണ് ബാക്കിൽ പോയി നമുക്ക് പറഞ്ഞോടുള്ള അവിടെ എല്ലാം ഞാൻ പോയില്ലേ. പക്ഷേ ഒരു നേതാവുടെയും അവന്റെ അനുയായിക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ അനുയായിക സ്നേഹിക്കുമ്പോലെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ചൊന്നത് അന്ത് മുസ്ലിക്കായിരിക്കുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരൻ, അതേ അബൂ സുഫിയാൻ ഇന്നൊരു പങ്ക് ചെന്നോണ്ടുണ്ട്. ഈ ഗാവു മുസ്ലിമാവുടെ ഡൈവോട്ട് ചെന്നോണ്ടുണ്ട്. എന്തൊരു ആദരവാണ് കൊടുത്തോണ്ടുള്ളത്. കിസ്റായുടെ മുട്ട കൈസറിന്റെ മുട്ട പോയിട്ട് ഈ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത്ര മാത്രമല്ല അങ്ങനൊട്ടിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുവേരിക നിങ്ങൾ തിന്നൂതീറ കുടിക്കൂതീറ ചൊല്ലുന്നത് നമ്മുടെ തടിയുടെ വിഷയല്ലേ. തിന്നാണ്ട് ആരെങ്കിലും തെക്കുവാ കുടിക്കാണ്ട് തെക്കുവാ അങ്ങനെ ചെന്നെങ്കിൽ ആ നേതാവുടെ അനുസരിച്ച് മരിക്കുമ്പോഴടിയിട്ട് സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു. അങ്ങനെ അബൂ സുഫിയാൻ ഇങ്ങ ചെണ്ടാൽ പോണ്ടത് ഹക്കീമും ബുദൈൽ ചെണ്ടാൽ പോണ്ടത്. അബൂ സുഫിയാൻ പോണ് ഭർത്താവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിക്മത്തല്ല നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് കണ്ടിട്ടുള്ളൂ അബൂ സുഫിയാന്റെ പോണ് കൂടണ്ട. കാരണം എനിക്കൊരു വിജയം നോക്കട്ടെ. അബൂ സുഫിയാൻ മുസ്ലിമായിട്ടും ചെന്നത് മാത്രമാണ്. ഇപ്പൊ ഇനി ഒന്നുകൂടി അയാളെ മനസ്സ് ഉറപ്പിച്ച് വലിയ നേതാവല്ലേ ഇയാൾ ബാക്കിൽ എത്ര ആൾമാരുള്ള എല്ലാവരും ഇപ്പൊ ഓടി വന്നു ഇയാളെ പിടിക്കുന്നു. അബൂ സുഫിയാന്റെ കൂടെ ഉണ്ടാകുള്ളൂ നിങ്ങൾ അവിടെ തടഞ്ഞു വെക്കുള്ളൂ. അബൂ സുഫിയാൻ ഈ പട്ടാളമല്ല നേരത്തെ ടീ മാത്രമല്ല കണ്ടേ ഈ മാർച്ച് ഈ പട്ടാളം സൈന്യം ഇങ്ങനെ പോകേണ്ടത് അബൂ സുഫിയാൻ കാണണം, ദൂരത്തിൽ നിന്നിട്ട് കാണണം. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു ഇയാളെ തടഞ്ഞു വെക്കരുത്. അങ്ങനെ ഓരോ ഗ്രൂപ്പും പതാക്കെ പിടിച്ചോണ്ടാണ് ഇങ്ങനെ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോ അബൂ സുഫിയാൻ ഇത് നോക്കിയോണ്ടുണ്ടോ അയാൾ കേൾക്കരുത് എന്തൊരു വിഷയ. അബ്ബാസ് റളിയല്ലാഹു ടീച്ചറല്ലേ ലഖദ് അസ്ബഹ മുൽകു ബനി അഖീഖൽ ഗദാത അദീമ. യോ അബ്ബാസ് നിങ്ങളെ സഹോദരന്റെ മോനല്ലേ ഇത്, ഞങ്ങളെ എതിരില് ജീവിച്ചു വളർന്നെടുത്ത ആളല്ലേ അയാൾ ഇന്റെ എന്തരായോ അയാളെ അധികാരം എവിടെ എത്തിത്തു വയ്ക്കല്ലേ ഇയാൾ വീണ്ടും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഈ 10,000 ആൾമാർ വ്യത്യസ്തമായ രൂപത്തിൽ പതാക പിടിച്ചിട്ട് മക്കത്ത് പോകേണ്ടത് അബൂ സുഫിയാന്റെ നിപ്പാട്ടിട്ട് കാട്ടിയോണ്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടപ്പോ മൊത്തം ശരണായിട്ട് അബൂ സുഫിയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ വലിയ നേതാവല്ലേ അയാൾ പവർ ആഗ്രഹിക്കുന്ന ആളാണ്, കുറച്ച് അധികാരം ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒന്ന് പരിഗണിക്കണം അയാളെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. ഇതാ 10,000 ആൾമാർ വന്നുകൊണ്ടുള്ള ആറ് കഅബത്തെ ഉള്ള കിടന്നാറ അങ്ങനെ ഞങ്ങൾ തൊടുള്ള ആറ് സ്വന്തം ഔത്ര ഉള്ള ബായിലടിച്ച് വെച്ചാറ അങ്ങനെ ഞങ്ങൾ തൊടുള്ള അബൂ സുഫിയാന്റെ ഔത്ര ഉള്ള ആറ് പോയാറ അങ്ങനെയും ഞങ്ങൾ തൊടുള്ള ചോദിച്ചപ്പോ അബൂ സുഫിയാൻ വേണ്ട ക്രെഡിറ്റ്. അബൂ സുഫിയാൻ പരിശുദ്ധമായ ഇസ്ലാം കടന്നുകൊണ്ടിരിക്കട്ടെ. അബൂ സുഫിയാന്റെ വിജയ ഇന്നലെ വന്നപ്പോ കുറച്ച് ഞാൻ വിശദീകരിച്ചത് മാത്രം. അങ്ങനെ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധമല്ല മക്കം ഫത്ഹ് പോകുമ്പോ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അയാളുടെ കയ്യിലാണ് അൻസാറുകളെ പതാകയും അൻസാറുകളെ കൊടി പിടിച്ചത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. അങ്ങനെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അൻസാറുകളെയും കൂട്ടിയിട്ട് മക്കത്ത് പോകുമ്പോ അബൂ സുഫിയാന്റെ കണ്ടുകൊണ്ടുള്ളൂ സ്വഹാബത്തിന് സഹിക്കുക. അബൂ സുഫിയാന്റെ കാണുമ്പോ ഇങ്ങനെ പല്ല് കടിക്കിടാറ് ഇങ്ങക്ക് അത്രയും അസമുണ്ട്. അബൂ സുഫിയാന്റെ ഒന്ന് ചില്ലറാണെന്തോ അത്ര ഉപദ്രവാക്കിയത്. അബൂ സുഫിയാന്റെ കണ്ടപാടെ സഅദ് റളിയല്ലാഹു അൻഹു ചൊന്ന പലക്കത്തിൽ വന്നിട്ടുണ്ട് അൽ യൗമ യൗമുൽ മൽഹമ. അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നത്തെ നാൾ ഇന്ന് ഇറച്ചി കുടിക്കുന്ന നാളുകൾ ചൊന്നു ഇന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നമുക്ക് തീരുന്നത് നിങ്ങൾ ഇറച്ചി കട്ടാക്കുന്ന നാൾ ഇന്ന് നിങ്ങൾ പീസ് ആക്കിയിട്ട് ഇറച്ചി ഓരോ നാളെ കൊണ്ട് സാധ്യ പരിപാടി താറ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പരിപാടിയപ്പോ
ഫലം യഖ്തദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ മഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഇഷ്ടായില്ല, പൊറുത്തായില്ല. അയാളെ ഈമാൻ കൊണ്ട് അയാളെ അസ കൊണ്ട് ചൊന്നുപോയ പലകാണ് അബൂ സുഫിയാൻ നിങ്ങളെ ഇറച്ചു കൊണ്ടുവന്ന നിങ്ങളെ വിടൂല്ലേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടായില്ല. ചൊന്തിയ അബൂ സുഫിയാൻ പേടിക്കണ്ട, അൽ യൗമ യൗമുൽ മർഹമ ഒരു പറയുന്നു. അയാൾ ചൊന്നത് മൽഹമ, ലഹ്മു ചൊന്നത് ഇറച്ചി, റഹ്മത്ത് ചൊന്നത് കരുണ. അയാൾ ചൊന്നത് അൽ യൗമ യൗമുൽ അൽ യൗമ അല്ല, അയാൾ ചൊന്നത് അൽ യൗമ യൗമുൽ മൽഹമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അൽ യൗമ യൗമുൽ മർഹമ. ഇന്ന് ഇറച്ചി കൂറുന്ന നാളല്ല, ഇന്ന് കരുണ കാട്ടിലേക്കെത്ത നാളാണ്. നിങ്ങൾ പേടിച്ചിരുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതല്ലേ വായിക്കണേ, ഇത് വായിച്ചിട്ടല്ലേ ഇസ്ലാമിനെ മനസ്സിലാക്കണേ, ഇത് വായിച്ചിട്ടല്ലേ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ആക്കണേ കണ്ടാക്കണില്ല. മക്കം പത്ത് ആ സംഭവങ്ങളെല്ലാം ഓതുമ്പോൾ രോമാഞ്ചനവും അത്ഭുതവും ലോകത്ത് ഇങ്ങനെ മാപ്പ് കൊടുക്കുക ആർക്കാണ് സാധ്യം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സ ഫതഹാകുമ്പോൾ ഈ ഒരു അവസ്ഥ കാട്ടിയത് പിൽക്കാലത്ത് ഐക്യമൊന്നും മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പിന്നെ റോം സാമ്രാജ്യത്തെ ആൾമാർ ക്രിസ്തു ധർമ്മങ്ങളായി അതായിട്ട് ശത്രുക്കളാണ്. ആ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ കൊന്നാണ് ബൈത്തുൽ മുഖദ്ദസ് ഉൾക ചോര ഒഴുകിത്തിട്ടാണ്. നെഹ്റു അയാളെ ബുക്കുകളിൽ മൊത്തം ചോര ഒഴുകിത്തിട്ടുണ്ടെങ്കിൽ കുതിരയുടെ കാൽ വരെ മുസ്ലിമീങ്ങളെ ചോരയുന്നവിടെ. ആ ജാഗയാണ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു വന്ന് പിടിച്ചപ്പോ അതേ രൂപത്തിൽ നാണ്യത്തിൽ അയാൾ തിരിച്ചടിച്ചില്ലേ. ശത്രു സൈന്യത്ത് ഭക്ഷണം കൊടുത്തിട്ടും ചരിത്രം തിന്നുകൊണ്ടുണ്ടു. ഇതെവിടെ പഠിച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാഠശാലയിൽ നിന്നാണ് പഠിക്കുന്നത്. ആക്കിടെങ്കിൽ കൊല്ലുടെങ്കിൽ നശിപ്പിക്കടെങ്കിൽ പകരം വീട്ടിലെങ്കിൽ വീട്ടുണായ ഏറ്റവും നല്ല അവസരമാണ് മക്കാപ്പത്ത്. മക്ക സ്വന്തം കയ്യിലുള്ള വന്നുകൊണ്ടുണ്ട് എന്തുമാക്കാം. അപ്പൊ ചൊന്നത് ഇന്ന് റഹ്മത്തിന്റെ നാളാണ്, നിങ്ങളെ നാം തൊടുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അൽ യൗമ യുഇസ്സുല്ലാഹു ഖുറൈശ. ഇന്നത്തെ നാൾ ഇന്ന് ഖുറൈശിക അല്ലാഹു വലിയ ഇസ്സത്തോട് കൂടെ മക്കത്തെ ഖുറൈശിക എല്ലാവരും നൻകെട്ടിയ കൂടരംഗത്തെ നാളാണ്. ഇന്ന് മക്കക്കാർക്ക് വലിയ ഇസ്സത്ത് അല്ലാഹു കൊടുക്കുന്ന നാളാണ്. എന്നിട്ട് എന്താക്കി തോന്നുന്നുണ്ട സഡൻ തീരുമാനം, പിന്നെ തീരുമാനം വെച്ചില്ല. കൂടെ ഇന്ന് ഇറച്ചി എടുക്കുന്ന നാളിൽ ചൊന്ന ആളാണ് സഅദ് റളിയല്ലാഹു അൻഹു. അയാളുടെ കയ്യിൽ പതാക്ക കൊണ്ടുണ്ട് അയാൾ നേതാവ്. ഇനി അയാൾ നേതാവാവൂല. അയാളുടെ കയ്യിൽ കൊടിയെടുത്തിട്ട് നേരെ അയാളുടെ മോണിത്തെ കൈസുബിന് സഅദ് റളിയല്ലാഹു അൻഹു അയാളുടെ കയ്യിൽ കൊടുക്കും. ഇനി നേതാവ് നിങ്ങൾ അൻസാറുകളെ നേതാവ് നിങ്ങൾ ചൊന്നിട്ടു അയാളെ കയ്യിൽ കൊടി കൊടുത്തിട്ടു. പിന്നെ അയാളെയാണ് നേതാവാക്കി കിടത്തിയോണ്ടുള്ള ആരെ ക്യാൻസൽ ആക്കിയിട്ട് അതേ സ്പോട്ടിൽ ക്യാൻസൽ ആക്കിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു വലിയ ആളാണ്. പക്ഷെ ഈ പലക്കം ചൊന്നത് ഇഷ്ടപ്പെട്ടില്ല. അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ പലക്ക നീ എന്തി ചെന്നാറ് ഇന്റെ ഇറച്ചി ഈർക്കിടയ്ക്കെത്ത നാളല്ല, ഇന്റെ കരുണ കൊടുക്കിടയ്ക്കെത്ത നാളാണ്. മക്കത്തെ ഉൾക കടത്ത് പേടിച്ചുകൊണ്ടുള്ള എല്ലാവരും ഇന്നലെ ഞാൻ ചെന്നല്ലേ. ആ സമയത്ത് കേട്ടത് നാട് നിങ്ങളെ എന്താക്കുവ, നിങ്ങളുടെ അഭിപ്രായം എന്തിനായിരിക്കും കേട്ടത്. അപ്പൊ എല്ലാവരും ചെന്നാറ് ഇണ്ട് നിങ്ങൾ ഞങ്ങളെ എന്തു ആക്കാതെ അഹുൻ കരീം ഒബിൻ അഹിൻ കരീം, നിങ്ങൾ ഏറ്റവും നല്ല ആളാണ്, നിങ്ങൾ ഏറ്റവും സൗന്ദര്യമുള്ള ആളാണ്, നിങ്ങൾ നല്ല ഞാമത്താക്കിടയ്ക്കെത്ത ആളാണ്. ഇങ്ങനെയെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങ ചൊന്നുകൊണ്ടുള്ള മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ നിങ്ങൾ നല്ല മാന്യനായ ആളാണ്. നീ എന്തു ആക്കാരൻ ചെന്നപ്പോ അങ്ങോട്ടേക്ക് ചെല്ല് തന്റെ സഹോദരനായ യൂസുഫ് നബി അലൈഹിസ്സലാം പണ്ടെല്ലാവർക്കും മാപ്പ് കൊടുത്തു. അതുപോലെ ഞാൻ മാപ്പ് കൊടുത്തോണ്ടുള്ളേ. അവിടെ കഅബാനയത്തെ മേൽ ബിലാൽ എന്നാണ് പത്തുവാട്ടി ബാങ്കോട് പാട്ടുമ്പോ കുറെ ആൾമാർ എന്തെല്ലാം ചെന്നാൽ ഇതിനെ ഞാൻ കാണുവയ്ക്കല്ല റബ്ബേ, ഞാൻ മുതലേ വരച്ചു പോയിരിക്കുന്ന അല്ലേ ഇതിൽ കുറെ ആൾമാർ ചെന്നാൽ. കാരണം അത് ഉൾക്കൊള്ളുകാവുള്ള കുറെ ആൾമാർ സവർണ അവർണ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ ആക്കിയിട്ടങ്ങ് വമ്പന്മാരായോണ്ടിരുന്നാൽ ആ എല്ലാ അങ്ങനെ ആശയത്തെ തൂണിപ്പെട്ടാക്കി തന്നെ കുളിച്ചു മുട്ടുത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു അഹങ്കാരവും കൂടെ നടക്കില്ല, ഒരു അന്യായവും നടക്കില്ല, നാളെ വലിയ വമ്പാൻ തൊട്ട് നടക്കില്ല, പാവത്തെ കൊണ്ട് ഇൻസൾട്ട് ആക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ഇക്കടെ കാലത്തോടും ഒരിക്കലും നടക്കില്ല. അത് സർവനാശം. ആ സമയത്ത് ഈങ്ങ ചൊന്നത്തെ വാക്ക കുറച്ചാൾമാർ കണ്ടു. പിന്നെ അവിടെ കൂടിയിട്ട് കുറച്ചാൾമാർ അഞ്ഞല്ലോ ഓടില്ല, മുസ്ലിം ആവാണ്ട് ഓടിയിട്ട് ആൾമാരുള്ള കുറച്ചാൾ ചെന്നാറ് ഈ ബിലാലിന്റെ കഅബാലയത്തെ മേൽ കാണ്ടാട്ടി വന്നൊന്നാണെന്ന് മരിച്ചുപോയിലേക്ക്. കാരണം അതിന് മേൽ പത്തോണോ അവിടെ നീണ്ടിട്ട് നാം വലിയ ബമ്പാവണം ചൊന്നിട്ടാണ് ഇത്ര കാലം പോരാട്ടാക്കിയത്. പക്ഷെ ഇത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ 5 പൈസത്തെ വിലയില്ലാത്ത സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബാലയത്തെ മേൽ പതിട്ട് അല്ലാഹു അക്ബർ ഏറ്റവും വലിയ സന്ദേശം
സന്ദേശം കൊടുത്തുകൊണ്ടുണ്ടല്ലേ ഇങ്ങനെ ആക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം സാധ്യം. ഇതിൽ ഒരു സ്വഹാബിയും എതിർത്തില്ല. എന്തേ? അങ്ങനെ മനസ്സ് നല്ല വെത്തിട്ട് നല്ല കൽക്കേറ്റ മനസ്സാ. നിങ്ങൾ വെണ്ടാറ്റി മുന്നും അങ്ങനെ ദാരി തപ്പിട്ടിന്നാറ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നിങ്ങൾ വന്നിട്ട് റിസൾട്ട് മാറിയിട്ട് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ മുഅ്മിനീങ്ങളായത്, നിങ്ങൾ മനുഷ്യന്മാരായത്. നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ കൊണ്ട് ആക്കിയിടാണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നോണ്ടുള്ള അവിടെ അബൂജഹലിന്റെ മോള് ജുവൈരിയത്തും ഇത് നോക്കിയിട്ടാണ്. അവൾ നോക്കിയിട്ട് ചെന്നാൽ ഇസ്ലാമി ബിലാൽ എത്ര വലിയ സ്ഥാനം കൊടുത്തു തന്നിട്ട് അബൂജഹലിന്റെ മോൾ അബൂജഹലില്ല, ഭൂമിയുടെ മേലെ ഇല്ല. ഈ രംഗം നോക്കുന്നത് അബൂജഹലില്ല. പക്ഷെ അബൂജഹലിന്റെ മോൾ നോക്കിക്കൊണ്ടുള്ള അവൾ ചൊന്നത് ഇസ്ലാം ബിലാൽ എത്ര വലിയ സ്ഥാനം കൊടുത്തോണ്ടിട്ട് ബിലാൽ എന്തും വരെയിനകത്ത് നങ്കുത്തിട്ട് അത്ര ഉപദ്രാക്കിക്കൊണ്ടിരുന്ന ബിലാൽ ഇത് ഏറ്റവും വലിയ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പത്തിയില്ല. അതിനുവേണ്ടി പത്തുവാട്ടിയതാണ് ഈ കറുത്ത ആളാ. കറുത്ത കാലുകൊണ്ട് കറുത്ത കഴകത്തെ വേണ്ടി 10 കൊണ്ട് പത്തുവാട്ടിത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ട് അബൂ സുഫിയാൻ ചൊന്നർക്ക് ഞാൻ എന്തും ഉണ്ടില്ല. ನಾನು ಒಬ್ಬರೇ ಆಲ್ಮಾರ್ಗರೆ ಪಲಕಲ ಮುಡಿಯಾರೆ ಅಬೂ ಸುಫಿಯಾನ್ ಚೋಡು ನಾನು ಅಕ್ಷರ ಉಂಡುಲ್ಲ. കാരണം ഞാൻ എന്ത് ചൊന്നെ കർത്തവ്യ വിശ്വാസം കെട്ടി ഞാൻ എന്ത് ചൊന്നെങ്കും മക്കത്തെ ഈ പൊയ്യുണ്ടല്ലേ ഇത് പോയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നോട് റിയാറട്ടി അവിടെ എത്തിപ്പോയി അബൂ സുഫിയാൻ അവിടെ എത്തിയിട്ട് റളിയല്ലാഹു അൻഹു യാ അബൂ സുഫിയാൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു ഈ അവസ്ഥയിൽ കാണുമ്പോൾ എന്തെല്ലാം ഓർമ്മ വരുമല്ലോ പണ്ടത്തത്. ഞങ്ങൾ ആരായിട്ടിന്ന ഞങ്ങളോട് മനസ്സിലുണ്ടിന്ന ഞങ്ങൾ എത്ര വലിയ ആൾമാരായിട്ടിന്ന ഞങ്ങളെ മാറ്റി വെച്ചിട്ട് കൂടെ ഒരു വിഷയവുമില്ല. അങ്ങനത്തെ അവിടെ അക്രമം പോയിട്ട് അനീതി ദഫനായിട്ട് മക്കത്തെ വണ്ട് ഇന്റെ നീതിയ ഇന്റെ എവിടെയും ന്യായ ഏത് ഭാവത്തോടവും ഉണ്ട ഏത് കർത്തവവും മുന്നോട്ട് ഒന്നാമത്തെ സഫുൽ നിക്ക സൽമാൻ റളിയല്ലാഹു അൻഹുടെ പിന്നെ വിലാത്തങ്ങളെ കാല് സൽമാനുൽ ഫാരിസിന് തലക്ക് തട്ട കേൾക്കുന്നവരാറില്ല. ഒരു വിജയമേയല്ല. അങ്ങനത്തെ അവസ്ഥയിൽ സമാജത്തെ ബദലാക്കിയിട്ടല്ലേ. അതുകൊണ്ടാണ് നെഹ്റു അടക്കമുള്ള ആൾമാർ ചൊന്നത് 23 വർഷത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത് 90,000 1 ലക്ഷത്തോളം മോചിതത്ത് കാട്ടിട്ട് ബർഡിടെ 1000 ചില്ലാറാമാർക്ക് തന്നി കൊടുത്തു. ഇതെല്ലാം അത്ഭുതകരമായ മോചിതത്ത്. അങ്ങ് ചെന്നാൽ ഞങ്ങൾക്ക് എന്തും അത് വലിയ മോചിതത്തായി കണ്ടില്ല. ഞങ്ങളുടെ മോചിതത്ത് എന്തിനു വന്നില്ല 23 വർഷത്തിൽ ഒരാളും ബദലാക്കുക സാധ്യമില്ലാത്ത ഒരു ജനാംഗത്തെ ബദലാക്കി തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും വലിയ മോചിതത്തിന്റെ ഒന്ന്. അണ്ട് അബൂ സുഫിയാൻ തോന്നുന്ന പലക്കതാണ് ഞാൻ എന്റെ ഒരക്ഷരവോടൊന്നുമില്ല ചൊന്നെങ്കിൽ മക്കത്തെ മരുഭൂമിയിലുള്ള ഈ മണത്തരി പൊയ്യ പോയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിസയെ ചൊന്നു കൊടുക്കുന്നത് ഗ്യാരണ്ടി ഉണ്ട്. സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയിട്ട് അപ്പൊ ഞാൻ ഈ മക്കമ്പത്തുകളുടെ വിഷയം അബൂ സുഫിയാന്റെ ಬಗ್ಗೆ ചെല്ലുമ്പോ അവിടെ എല്ലാം ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിൽ ആക്കിക്കെത്ത ബദലാവണകൾ അതിനെ ഉൾക്കൊണ്ടെത്ത സ്വഹാബത്ത് എങ്ങനത്തെ ആൾമാരുടെ ಬಗ್ಗೆ ഇന്റനക റളിയല്ലാഹു അൻഹു ചൊല്ല ഞങ്ങളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ല ഖുർആനെ ചൊല്ലു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അതുകൊണ്ടാണ് ചൊല്ല സ്വഹാബത്തിൽ ആരും തൊടുകുതീറ സ്വഹാബത്തിന്റെ ಬಗ್ಗೆ മുണ്ടുകേറ്റീറ എന്തുകൊണ്ടുണ്ടെങ്കിൽ ഖുർആൻ ചൊല്ലു റളിയല്ലാഹു അൻഹു അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടായിരുന്നു. പിന്നീട് കൊണ്ടുകൊണ്ട ഉറവുവന്നു പടച്ചോന്റെ പറ്റി ഇവൻ തൃപ്തിപ്പെട്ടാൽ അങ്ങനത്തെ ഒരു വിഭാഗം ഭൂലോകത്തിനെങ്കിൽ അത് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അയാളുടെ മോൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു കൂടെ നടന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ ബർക്കത്തോട് ഞങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം നൽകണം റഹ്മാൻ. ആഫിയത്ത് നൽകണം റഹ്മാൻ. ഈ സദസ്സിൽ വന്ന ഓരോ മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകണം റഹ്മാൻ. ഇസ്സത്ത് നൽകണം റഹ്മാൻ. ഹാജാത്തുകളെ വീട്ടിക്കൊടുക്കണം റഹ്മാൻ. രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാൻ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. മക്കളെ നീ നന്നാക്കി തരണം റഹ്മാൻ.
ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ ഈ സദസ്സ് കാരണമാക്കി തരണം റഹ്മാൻ. അവസാനം മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമ കിട്ടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണം റഹ്മാൻ. അർഹമുർ റഹീമീനായ റബ്ബേ, മുഴുവൻ ആഫാത്തുകളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ പദ്ധതികൾ നീ വിജയിപ്പിക്കണം റഹ്മാൻ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാൻ. നാളെ മീസാനിന്റെ തട്ടിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി നീ കബൂലാക്കണം റഹ്മാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على سيدنا محمد صلى الله عليه وسلم.